സിനിമാക്കാരൊന്നും അറിയാത്ത കണ്ണൂർ ജില്ലയിലെ മനോഹരമായ ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. കണ്ണൂരിൻ്റെ ഊട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സിനിമാക്കാരൊന്നും അറിയാത്ത കണ്ണൂർ ജില്ലയിലെ മനോഹരമായ ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. കണ്ണൂരിൻ്റെ ഊട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വാഴമലയിൽ പ്രകൃതിയും മനുഷ്യനുമൊക്കെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന കോടമഞ്ഞ് പുതഞ്ഞ ഒരു വലിയ മനോഹാരിത ഒളിപ്പിച്ചു വെക്കുന്ന ഒരു നാട്. ആ നാടിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ആദ്യം നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഒരു പള്ളിയാണ്. ആ പള്ളിയുടെ കവാടത്തിൽ നിന്നാണ് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. പ്രകൃതി മനോഹരമായി നിൽക്കുന്ന, ഏവർക്കും നയന മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന, കോഴിക്കോടിൻ്റെയും കണ്ണൂരിൻ്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഈ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ കാഴ്ചകളുടെ വസന്തങ്ങളിലേക്ക് സ്വാഗതം. വാഴമലയുടെ യാത്രയിൽ നമ്മുടെ കൂടെയുള്ളത് ബിജുവേട്ടനാണ്. ബിജുവേട്ടൻ ഈ നാട്ടുകാരൻ കൂടിയാണ്. അപ്പോൾ വാഴമലയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് ബിജുവേട്ടനോട് ചോദിക്കാം. ബിജുവേട്ടാ, ഈ വാഴമലയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? വാഴമലേൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വിമാനപ്പാറയുണ്ട്. പിന്നെ അതുപോലെ ഈ റോഡിൻ്റെ നല്ലൊരു കാഴ്ചകളും കോടകൾ പള്ളികളുണ്ട്. വാഴമല പള്ളി പ്രകൃതി സൗന്ദര്യം തന്നെയാണല്ലേ? അതെ അതെ, പ്രകൃതി സൗന്ദര്യം തന്നെയാണ്. ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വരാറുണ്ടോ? ഇവിടെ നിരവധി ആൾക്കാർ വരാറുണ്ട് അല്ലേ? ഏറ്റവും കൂടുതൽ ആൾക്കാർ രാവിലെയാണോ വൈകുന്നേരം? എപ്പോഴാണ് ഇതിൻ്റെ ഒരു സമയം, സീസൺ? അധികം രാവിലെയും വൈകുന്നേരമാണ്. നമ്മൾ ആ വിമാനപ്പാറയിൽ അവിടെ പോയി താഴെ കാണുന്ന കാഴ്ചകൾ, അതല്ലേ അതിന്റെ രസം അല്ലെ? മനോഹാരിത. പിന്നെ ഒരു കല്ലിന്റെ മുകളിൽ വേറൊരു പാറ എടുത്ത് നിൽക്കുന്ന പോലത്തെ അതിന്റെ മനോഹാരിത അല്ലെ? ടൂറിസ്റ്റുകാർ ഇവിടെ വന്നാലുള്ള അനുഭവം എങ്ങനെയാണ്? എല്ലാവരും സന്തോഷത്തോടെയാണ് തിരിച്ചു പോകുന്നത് അല്ലേ? സന്തോഷത്തോടെ. ഇവിടെ ഒരു കടയുണ്ട്, ഒരു ചായക്കട, സൈജുവിന്റെ കട. ഫേമസ് ആണ്. ഇപ്പൊ ഉണ്ടോ? ഇപ്പോ ഇല്ല. ഓ, അത് ഉണ്ടായിരുന്നു അല്ലെ? ഇത് തൃപ്പങ്കോട്ടൂർ പഞ്ചായത്തിലല്ലേ പെടുന്നത്? പഞ്ചായത്തിലല്ലേ?
ഇവിടുത്തെ പ്രധാന കൃഷി തന്നെയല്ലേ ഇവിടുത്തെ ഒരു കൃഷി? എങ്ങനെയാണ് ഇവിടുത്തെ ഒരു പരിസ്ഥിതി, ഇവിടുത്തെ നാട്ടുകാരൊക്കെ എങ്ങനെയാണ് പ്രധാനപ്പെട്ട ജീവിത മാർഗങ്ങളും കാര്യങ്ങളൊക്കെ? ജീവിതമാർഗം എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്തിട്ട്. കൃഷി തന്നെയാണ്. ഈ മൃഗങ്ങളെ ശല്യങ്ങളിലുണ്ടോ? മൃഗങ്ങളെ ശല്യങ്ങൾ എന്ന് പറഞ്ഞാൽ താഴെ ക്യാമ്പ് ഷെഡ് ഉണ്ട്, അതിന്റെ അപ്പുറം ആനയുണ്ട്. ആനയുണ്ട്. നിങ്ങൾ നേരെ പറഞ്ഞു കുറെ ആനകളെ ഓടിച്ച കഥ പറഞ്ഞു അല്ലേ? അതെ അതെ. അതെവിടെയായിരുന്നു? അത് ചെന്നപ്പൊയില്, പന്നിയോട്. ഇതൊക്കെ ഇതിന്റെ താഴ്വാരങ്ങളാണ് അല്ലേ? താഴ്വാരം. ഒരു സൈഡ് പൊയിലൂര്, ഇങ്ങേപ്പുറം കണ്ണവം വനം ഇതിന്റെ താഴ്വാരല്ലേ? അപ്പൊ അതിന്റെ ഒക്കെ മുകളിലാണ് ഈ വാഴമല നിൽക്കുന്നത്. അതെ അതെ. ഓക്കെ. അപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ബാഹുബലിയും പഴശ്ശിരാജയും ആൻഡ്രോയിഡ് കുഞ്ഞപ്പനും ഒക്കെ അത്തരം സിനിമകൾ, ബാഹുബലിയെ പോലെയുള്ള ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ ഷൂട്ട് ചെയ്ത കണ്ണവം ഫോറസ്റ്റ് ഈ മലയുടെ ഒരു താഴ്വാരത്താണ്. പ്രകൃതി മനോഹരമായ പൊയിലൂരിലെ മുത്തപ്പൻ മടപ്പുര അതും ഇതിൻ്റെ മറ്റൊരു താഴ്വാരത്താണ്. ചെന്നപ്പൊയിലും അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഈ മലയുടെ താഴ്വാരങ്ങളിലുണ്ട്. വൈകുന്നേരങ്ങളിൽ കാട്ടാനയുടെ ശല്യമുണ്ട് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്നതുകൊണ്ടുള്ള കുറേ ഗുണങ്ങളും അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുകളും ഈ നാട്ടുകാർ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ കൂടെ വിജുവേട്ടനാണ്. അപ്പോൾ വിജുവേട്ടാ, ഓക്കെ, താങ്ക്സ്. പാനൂരിൻ്റെ കിഴക്കൻ മേഖലകളിലെ മലയോര പ്രദേശമാണ് വാഴമല. തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിലാണ് വാഴമല സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഒരുപാട് ഉയരെ നിൽക്കുകയാണ് വാഴമല. വാഴമലയിൽ വന്നാൽ, അതിൻ്റെ ഏറ്റവും ടോപ്പിൽ വന്നാൽ, ഹില്ലിൽ വന്നാൽ നമുക്ക് കാണാൻ പറ്റുന്ന മനോഹരമായ ഒരു കാഴ്ച ഈ പാറയാണ്. ഈ പാറയുടെ പേര് വിമാനപ്പാറ എന്നാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കല്ലിൻ്റെ മുകളിൽ മറ്റൊരു കല്ലെടുത്ത് വെച്ചതുപോലെയാണ് പ്രകൃതി ഇതിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇത് കാണാൻ വേണ്ടി, ഇതിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി, വീഡിയോ എടുക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരാനുണ്ട്. ചെറിയൊരു ദൂരം നമ്മൾ നടന്നു പോകണം. ചെറിയ ഇടുങ്ങിയ വഴികളിലൂടെ നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുകളിലൂടെയുള്ള പാറകളിലൂടെയാണ് നമ്മൾ എത്തുന്നത്. പക്ഷേ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ ഇവിടെ നിന്നാൽ പാനൂരിൻ്റെയും പരിസര പ്രദേശങ്ങളിൻ്റെയും കണ്ണൂർ ജില്ലയുടെ തന്നെ നല്ലൊരു ഭൂരിപക്ഷം സ്ഥലങ്ങളും കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഏറ്റവും ഹൈലൈറ്റ്സ് ഈ പാറയാണ്, വിമാനപ്പാറ. ഇതിൻ്റെ താഴേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു കല്ലിൻ്റെ മുകളിൽ മറ്റൊരു കല്ലെടുത്ത് വെച്ചിരിക്കുകയാണ്. എന്തൊരു മനോഹാരിതയാണ്. ഇവിടെ വന്നാൽ മാത്രമേ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റൂ. പ്രകൃതിയുടെ ഏറ്റവും മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ പലപ്പോഴും ഊട്ടിയിലും മുന്നാറിലൊക്കെ പോയി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പ്രകൃതിയുടെ മനോഹാരിതയുണ്ടല്ലോ. ആ മനോഹാരിത ആസ്വദിക്കണമെങ്കിൽ കണ്ണൂർ ജില്ലയിൽ നമ്മുടെ വളരെ അടുത്തുള്ള ഈ വിമാനപ്പാറയിലേക്കും വാഴമലയിലേക്കും വന്നാൽ മതി. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണെങ്കിൽ പോലും വളരെ മനോഹരമായിട്ടാണ് ഈ ഗ്രാമഭൂമികയെ നാട്ടുകാർ കൊണ്ടു നടക്കുന്നത്. അധികം മാലിന്യങ്ങളൊന്നുമില്ലാതെ, പ്ലാസ്റ്റിക്കുകളൊന്നും ഇടാതെയാണ് ഈ പ്രദേശത്തെ കൊണ്ടു നടക്കുന്നത്. പ്രകൃതിയുടെ ഒരു മനോഹാരിത, അതിൻ്റെ ഒരു സൗന്ദര്യം ആസ്വദിക്കുന്ന ഇത്തരം സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം കൂടി നമുക്ക് എല്ലാവർക്കുമുണ്ട്. സത്യത്തിൽ ഇവിടെ ഈ പ്രദേശങ്ങളിലുമൊക്കെ ആരെങ്കിലുമൊക്കെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന കാഴ്ചകളൊന്നും കാണുന്നില്ല. അത് വളരെ അപൂർവമായി പറയാൻ പറ്റുന്ന ഒരു വാക്കാണ്. ഇവിടെ നല്ല ശുചിത്വമുള്ള നാടാണ്, ശുചിത്വമുള്ള പ്രദേശമാണ്, മനോഹരമായ സ്ഥലമാണ്.